ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് കപ്പ കിട്ടിയപ്പോൾ അങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയും ഉണ്ടാകുന്നതുകൊണ്ട് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കുവാണ്. ആദ്യം നമ്മൾ കപ്പയെല്ലാം അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെക്കണം. അപ്പോൾ കപ്പയെല്ലാം അരിഞ്ഞ് പീസാക്കി നമ്മൾ ഇങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. അത് കുക്കാകാൻ വേണ്ടി ഏകദേശം ഒരു കിലോ കപ്പയുണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഞാനവിടെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാൽക്കപ്പയും മീൻകറിയാണ് നമ്മളിന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പം മീൻകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാനിവിടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല വൃത്തിക്ക് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അടച്ച് വെക്കണം. ഇനി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാനുള്ള പ്ലാനിലാണ്. മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ നിൽക്കുന്നത്. കുറച്ച് അരപ്പൊക്കെ ഇതായി വന്നിട്ടേ ഉള്ളൂ. ഇനി മീനിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ കപ്പ റെഡി ആയിട്ടുണ്ട്. അത് അടച്ച് വെക്കണം, ഒഴിച്ച് വേവിക്കണം. നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ആ മിക്സിയിലിട്ട് അടിച്ചിട്ട് വന്നിട്ടുള്ള അരപ്പാണിത്. നമ്മൾ ഇതിലോട്ട് കപ്പ വെന്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് ചേർക്കുകയാണ്. ചേർത്ത് കഴിഞ്ഞ് നമ്മളടുത്ത് ഇനി പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അരപ്പൊക്കെ നല്ലതായിട്ട് സെറ്റാകാൻ വേണ്ടി, നല്ലതായിട്ട് പച്ചമണം മാറുന്നോണം വരെ നല്ലതായിട്ട് സെറ്റാകാൻ വേണ്ടി അതിന് നമ്മൾ കുക്ക് ചെയ്യണം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാൽ, അതായത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലതായിട്ട് തിള വരുന്നോളം വരെ, നല്ലതായിട്ട് കുക്കാകുന്നോളം വരെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് നല്ലതായിട്ട് അത് വെന്ത് നല്ല ഉടഞ്ഞ് വരണം. അതുപോലെ നല്ലതായിട്ട് കുക്കായി വരണം. നല്ല ടേസ്റ്റ് ഉള്ളൂ. നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടച്ച് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ഒന്നാം പാൽ ഒഴിക്കും. അതിനിടയ്ക്ക് നമ്മൾ കരിയാപ്പില ചേർക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടി. കരിയാപ്പില ചേർത്ത് നല്ലതായിട്ട് കുക്കായിട്ട് എടുക്കണം. കരിയാപ്പിലയും ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫുഡാണ് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിച്ചാൽ മീൻ കൂട്ടിയോ അല്ലെങ്കിൽ ചിക്കൻ കൂട്ടിയോ അല്ലെങ്കിൽ എങ്ങനെ കറികൾ കൂട്ടി കഴിക്കാവുന്നൊരു വിഭവമാണ് പാൽക്കപ്പ. പെട്ടെന്ന് റെഡിയാക്കാൻ ചെയ്യുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റുമാണ്. പാൽ പിഴിയാനുള്ള എല്ലാവർക്കും നമ്മൾ ഇനി മേടിക്കാൻ കിട്ടുമല്ലോ ഇങ്ങനെ തേങ്ങാപ്പാലിൻ്റെ. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങ ഉള്ളതുകൊണ്ട് അതങ്ങനെ ചെയ്ത് തേങ്ങ പൊതിച്ച് നമ്മൾ പാൽ പിഴിഞ്ഞെടുത്താണ്. അല്ലാത്തവർക്ക് ഇങ്ങനെ മാഗിയുടെ പാലിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ കിട്ടുമല്ലോ, അതൊക്കെ വാങ്ങിച്ച് ചെയ്താലും മതി. റെഡി ടു മേക്ക് അങ്ങനെ പാൽ പൊടി കിട്ടുമല്ലോ, അങ്ങനത്തെയൊക്കെ ചെയ്താലും മതിയായിരിക്കും. ഇപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് നല്ലതായിട്ട് അതിനകത്ത് നല്ല വേവായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം കപ്പയൊക്കെ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ നല്ലതായിട്ട് അടച്ച് വെക്കുകയാണ്. ഇനി ഉപ്പ് കുറവായിരുന്നു, നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകി വരുന്നിടം വരെ കുക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറുകി വരുന്നുള്ള കുക്കായിട്ട് നമ്മൾ എണ്ണ എടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ ഇച്ചിരി ഉടയാനുണ്ട്, അതുകൊണ്ട് ഉടച്ചൊക്കെ എടുക്കണം നല്ലതായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി കൂടെ കപ്പ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം നമ്മളായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമല്ലോ നല്ലതായിട്ട്. മറ്റേ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയാൽ ഭയങ്കര വേറൊരു ടേസ്റ്റായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ചെറിയ കഷ്ണം. അത് ഇനി നമ്മൾ പാൽക്കപ്പ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് നമ്മളിനിയും അരപ്പിന് വേണ്ടി മൂപ്പിക്കാൻ വേണ്ടി ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പിച്ച് കഴിഞ്ഞ് അതിന് ഒഴിച്ചിട്ടുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഇനി സെർവ് ചെയ്യുകയാണ്.
മീൻകറി കൂട്ടിയാണ് കഴിക്കുന്നത്. പാൽക്കപ്പയും മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പ്ലീസ്.